അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് റോസിന്റെ കമ്പ് വളരെ പെട്ടെന്ന് എങ്ങനെ വേരെടുപ്പിച്ചെടുക്കാം, എങ്ങനെ പൂ പിടിപ്പിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ റോസിന്റെ കമ്പ് വേരെടുപ്പിക്കാൻ വളരെ സിമ്പിൾ ആണ്. അപ്പോൾ റോസിന് ഇങ്ങനെ ഒരു കമ്പ് എടുക്കുക. ഇങ്ങനെ ഒരു കമ്പ് എടുത്ത ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം കറ്റാർവാഴയുടെ ഒരു ഇല നമുക്ക് വേണം. അപ്പോൾ നമ്മൾ കറ്റാർവാഴ എടുക്കുമ്പോൾ എപ്പോഴും മൂത്ത ഇല എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ മൂത്ത ഇല എടുക്കുമ്പോൾ നന്നായിട്ട് അതിൽ എല്ലാ കണ്ടന്റും ഒക്കെ അടങ്ങിയിരിക്കും. അപ്പോൾ നമ്മളത് ഉപയോഗിച്ച് വരുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ അതിനു വേണ്ടിയാണ് മൂത്ത ഒരു ഇല എടുക്കാൻ പറയുന്നത്. ഇത് നമുക്ക് വേണ്ടത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് മുറിക്കണം, ഇതേപോലെ മുറിച്ചെടുക്കണം. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമുള്ള ഒരു പീസ് ഏകദേശം 1.5 ഇഞ്ച് വലിപ്പം വീതിയുള്ള ഒരു സാധനം നമ്മൾ മുറിച്ചെടുക്കരുത്. അപ്പോൾ ഈ ഒരു പീസാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പം മുറിച്ചെടുക്കുമ്പോൾ നമ്മൾ നല്ലൊരു കത്തി ഉപയോഗിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. മുറിച്ചുള്ള നല്ല അണുനാശിനിക്ക് ഉപയോഗിച്ച് ശരിയാക്കി എടുത്തൊരു കത്തിയാണ് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഇതുവഴി നമ്മുടെ റോസിന്റെ കമ്പിലേക്ക് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുറിച്ചുള്ള നല്ലൊരു കത്തി ഉപയോഗിച്ച് മുറിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ മുറിച്ചെടുത്ത ഈ ഒരു പീസാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത കമ്പുണ്ടല്ലോ, അപ്പൊ ഈ കമ്പിൽ ആ കമ്പിന്ന് നല്ലൊരു ഭാഗം മാത്രം സെലക്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നല്ല കമ്പ് എന്ന് പറഞ്ഞ മുമ്പുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇരുന്ന് ഒഴിവാക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഭാഗം ഒരു ആരോഗ്യമില്ലാത്തൊരു ഭാഗമായിരിക്കും. അപ്പൊ ഈ അടിയിലുള്ള ഈ നല്ലൊരു ഭാഗത്തിനാണ് മിക്കവാറും റൂട്ട് വരാനൊക്കെ ചാൻസ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ ഇങ്ങനത്തെ കമ്പ് എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു നീളം വേണം, ഒരു 15 സെന്റിമീറ്റർ നീളമുള്ള കമ്പ്. അപ്പൊ നമ്മൾ ഈ കറ്റാർവാഴയിലേക്ക് 1 ഇഞ്ച് ആഴത്തിലേക്ക് ആഴ്ത്തി വെക്കുക. അപ്പൊ ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇങ്ങനെ 1 ഇഞ്ച് ആഴത്തിലേക്ക് നമ്മൾ ആഴ്ത്തി വെച്ച ശേഷം വേണം ചട്ടിയിൽ നടാൻ വേണ്ടി. ഇങ്ങനെ ആഴ്ത്തി വെച്ച ശേഷം നമ്മളൊരു 10 മിനിറ്റ് നമ്മൾ പുറത്ത് വെക്കുക. ആവശ്യത്തിന് ഈ കറ്റാർവാഴയുടെ പീസ് മുങ്ങിപ്പോകുന്ന രീതിയിൽ ഒരു കുഴി ഉണ്ടാക്കുക. അധികമായിട്ട് നമ്മൾ ഓവറായിട്ട് കുഴി ഉണ്ടാക്കണ്ട. അപ്പൊ ഈ ഒരു ചെറിയൊരു കുഴിയിലേക്ക് വെച്ചു കൊടുക്കാം. ഇങ്ങനെ വെച്ച ശേഷം നമ്മൾ നന്നായിട്ട് മൂടുക. പൂർണ്ണമായിട്ടും കറ്റാർവാഴ ഇതിൽ മൂടുന്ന രീതിയിൽ നമുക്ക് മണ്ണിട്ട് മൂടി കൊടുക്കാം. മൂടിയ ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ദിവസം അടുത്ത ദിവസം നമ്മൾ നനയ്ക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. 3-ാം ദിവസം മുതൽ നമുക്ക് നനച്ചു കൊടുക്കാം. അപ്പോൾ നനച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ചെടി ഒരു പച്ചപ്പ് പോകാതെ അവിടെ തന്നെ നിൽക്കുന്ന കാണാൻ പറ്റും. ഇങ്ങനെ നമ്മൾ വെക്കുകയാണ് സാധനം ചെയ്യുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് ഒരു 1.5 മാസം ആകുമ്പോഴേക്കും കിളിർപ്പൊക്കെ വന്നിട്ട് ചെടി ഡെവലപ്പായി വരും. അപ്പോൾ ഇത് നമ്മളൊരു 3 മാസം മുമ്പ് ചെയ്തൊരു പീസാണ്. അപ്പോൾ ഇത് ചെയ്തിട്ട് ഞാൻ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. റൂട്ടെല്ലാം നല്ല ഡെവലപ്പായി വന്നിട്ടുണ്ട് ഇതിന്. അപ്പൊ ഞാനിതിന് വേര് പിടിപ്പിക്കാൻ വേണ്ടി അന്ന് വെള്ളം ഒഴിച്ച ശേഷം പിന്നെ ഞാൻ ചെയ്തത് തെളിർപ്പൊക്കെ വന്ന ശേഷം ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നൈട്രജൻ അടങ്ങിയ കുറച്ച് വളങ്ങൾ ചെയ്തു. അതിനുശേഷം ഞാൻ NPK 18 ഞാനൊന്ന് നേർപ്പിച്ച്, വളരെ നേർപ്പിച്ചിട്ട് ഏകദേശം 1 ലിറ്ററിൽ ഏകദേശം 5 ഗ്രാമാണ് ചെയ്യാറ്. പക്ഷെ ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ 5 ഗ്രാമിന് പകരം 1 ഗ്രാമാണ് ചേർത്തത്. 1 ഗ്രാം ചേർത്തിട്ട് ഞാൻ ചുവട്ടിൽ എല്ലാ ആഴ്ചയും ഒഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടി നല്ല പെട്ടെന്ന് ഇലകൾ വരാനും അതുപോലെ തന്നെ തണ്ടും ഇതൊക്കെ ഒന്ന് ഡെവലപ്പായിട്ട് വരാനും നല്ലതായിട്ട് എനർജറ്റിക് ആയിട്ട് ചെടിക്ക് വളരാനുള്ളൊരു ഉന്മേഷം കിട്ടും. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെടിയിൽ വേരെടുപ്പിക്കാം. വേര് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പല വഴികൾ ഉപയോഗിച്ചും നമുക്ക് ചെടിയിൽ വേരെടുപ്പിക്കാം. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഞാൻ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.